നമസ്കാരം. ഈ ചതയം നാളിൽ എന്നോടൊപ്പം ഉള്ളത് ശിവഗിരി മഠം ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാനന്ദ സ്വാമികളാണ്. അദ്ദേഹത്തെ ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. സ്വാമി, ഇത്തവണ ചതയം നമുക്ക് നേരത്തെയാണല്ലോ, എന്താണ് അതിൻ്റെ ഒരു കാരണം? ഈ വർഷത്തെ ചതയം പതിവിന് വിരുദ്ധമായി ഓണത്തിന് മുമ്പായി നടക്കുകയാണ്. കുറേ വർഷങ്ങൾ കൂടുമ്പോൾ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ഈ വർഷത്തെ ഓണത്തിന് ശേഷം വരുന്ന ചതയം കന്നിമാസം 1-ാം തീയതിയാണ്. ചിങ്ങത്തിലെ ചതയമാണ് ഗുരുദേവൻ്റെ ജയന്തി വരുന്നത്. അതെ, അതുകൊണ്ട് ചിങ്ങമാസത്തിലെ ചതയം ആഗസ്റ്റ് 20, ചിങ്ങം 4-ലാണ്. അതുകൊണ്ട് ഈ വർഷത്തെ 170ാമത് തിരുജയന്തി ആഘോഷം ആഗസ്റ്റ് 20-ന് ചിങ്ങം 4-ന് സാഘോഷം കൊണ്ടാടുകയാണ്. സ്വാമി, നമുക്ക് ഏറ്റവും വേദനാജനകമായ ഒരു സ്ഥിതിവിശേഷത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വയനാട്ടിലുള്ള നമ്മുടെ കുറേയധികം സഹോദരന്മാർ ഈ കഴിഞ്ഞ പ്രളയ ദുരിതത്തിൽ നമുക്ക് നഷ്ടമാവുകയുണ്ടായി. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയൊക്കെയാണ് ഇത്തവണ ലളിതമായി ഇത് ആഘോഷിക്കുന്നത്? ഈ വർഷത്തെ ജയന്തി ആഘോഷങ്ങൾ നടക്കുമ്പോൾ വലിയ വേദനാജനകമായ ഒരു അന്തരീക്ഷമാണ് നമ്മുടെ മുമ്പിലുള്ളത്. പ്രകൃതി ദുരന്തത്താൽ ദുഃഖിക്കുന്ന ഒരു വലിയ ജനവിഭാഗം വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ശിവഗിരി മഠം ട്രസ്റ്റ് ബോർഡ് ലളിതമായ ആഘോഷത്തിനാണ് ആഹ്വാനം നൽകിയിട്ടുള്ളത്. ഘോഷയാത്രയും കലാപരിപാടികളുമൊക്കെ കുറച്ചുകൊണ്ട് സമ്മേളനങ്ങളും പൂജയും അന്നദാനം ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ നടത്തുവാനാണ് മഠവും തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ശിവഗിരിയിലും ഗുരുവിൻ്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ചെമ്പഴന്തിയിലും ശാഖാസ്ഥാപനങ്ങളുമെല്ലാം ഈ ആഹ്വാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലളിതമായ ആഘോഷങ്ങളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ശ്രീനാരായണ ഗുരുദേവൻ മനുഷ്യനെ സ്നേഹിച്ചതുപോലെ തന്നെ, സമൂഹത്തെ സ്നേഹിച്ചതുപോലെ തന്നെ പ്രകൃതിയെയും സ്നേഹിച്ച ഒരു മഹാഗുരുവായിരുന്നു. അതുകൊണ്ട് കുറേ വർഷങ്ങളായി പ്രകൃതി ദുരന്തങ്ങൾ നാം ഇങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അവസ്ഥാവിശേഷങ്ങളെ മാറ്റിമറിക്കുവാനും പ്രകൃതിയെയും പ്രകൃതി വിഭവങ്ങളെയും സംരക്ഷിക്കപ്പെടേണ്ട ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. ഗുരു പ്രകൃതിയെ സംബന്ധിച്ചുമൊക്കെ വളരെ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി സമൂഹത്തെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഗുരുവിൻ്റെ ആ കാഴ്ചപ്പാടുകൾ അർത്ഥപൂർണ്ണമാക്കുവാൻ ഗുരുവിൻ്റെ ആ ഉത്ബോധനങ്ങളും ഉപദേശങ്ങളും ഈ തിരുജയന്തിക്ക് ചർച്ചാ വിഷയമാക്കുവാനുമാണ് ശിവഗിരി മഠം ആഗ്രഹിക്കുന്നത്. സ്വാമി, ഗുരുവിൻ്റെ ദർശനങ്ങൾ വളരെ വിപുലമാണ്. എനിക്ക് തോന്നുന്നു ഒരു സാർവകാലിക സാർവലൗകിക പ്രസക്തിയുള്ള ഒരു ദർശനങ്ങളാണ് അദ്ദേഹത്തിന്. ഇത്തവണ വത്തിക്കാനിൽ ആഘോഷങ്ങൾ സർവമത സമ്മേളനം നടത്താനുള്ള തീരുമാനം ഉണ്ടായെന്ന് അറിഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് വത്തിക്കാനിലേക്കുള്ള ഒരു അങ്ങനെ നടത്താനുള്ള ഒരു തീരുമാനത്തിൻ്റെ പിന്നിലുള്ളത്? ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനം എന്ന് പറയുന്നത് കാലാതീത പ്രസക്തമാണ്. ഏതു കാലഘട്ടത്തിനും അനുസൃതമായ അനുയോജ്യമായ ഒരു മഹത്തായ മാനവിക ദർശനമാണ് ശ്രീനാരായണ ഗുരുദേവൻ സമർപ്പിച്ചിട്ടുള്ളത്. എന്നാൽ വർത്തമാന സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾക്ക്, പ്രതിസന്ധികൾക്ക് ഒരു പ്രത്യൗഷധമായി ഗുരുവിൻ്റെ ഉപദേശവും ഉത്ബോധനവും നിലകൊള്ളുമ്പോഴാണ് അതിന് കാലിക പ്രസക്തി വർദ്ധിക്കുന്നത്. അതുകൊണ്ട് ഗുരുവിൻ്റെ ദർശനത്തിനും സന്ദേശങ്ങൾക്കും വളരെയേറെ കാലിക പ്രസക്തി ഉണ്ട് എന്ന് പരക്കെ അംഗീകരിക്കപ്പെടുന്ന ഒരു വസ്തുതയാണ്. ഗുരുവിൻ്റെ കർമ്മകാണ്ഡം അല്ലെങ്കിൽ ഗുരുവിൻ്റെ നവോത്ഥാന പ്രക്രിയ ആരംഭിച്ചത് അരുവിപ്പുറം ക്ഷേത്രപ്രതിഷ്ഠയോടെയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പ്രതിഷ്ഠാനന്തരം ശ്രീനാരായണ ഗുരുദേവൻ എഴുതി വച്ച സന്ദേശം നാം പരിശോധിക്കുമ്പോൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ കേവലം ഒരു ദേവാലയ പ്രതിഷ്ഠ നടത്തി അല്ലെങ്കിൽ ദൈവ പ്രതിഷ്ഠ നടത്തി ദേവാലയ സംസ്ഥാപനം ചെയ്ത ഗുരു ദൈവത്തെക്കുറിച്ചോ ദേവാലയത്തെക്കുറിച്ചോ പറയാതെ മനുഷ്യനെക്കുറിച്ച് പരാമർശിച്ചു എന്നുള്ളതാണ്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാമിത് എന്നാണ് ഗുരു പറഞ്ഞത്. അപ്പോൾ ജാതിക്കും മതത്തിനും വർഗത്തിനും വർണ്ണത്തിനുമെല്ലാം അതീതമായി സർവരും എല്ലാവരും സാഹോദര്യതുല്യം വാണരുളുന്ന ഒരു സാമൂഹിക പശ്ചാത്തലമാണ്
ശ്രീനാരായണ ഗുരുദേവൻ സ്വപ്നം കണ്ടത്. ആ സന്ദേശത്തിന് 2 പതിറ്റാണ്ടിന് ശേഷം അത് കൂടുതൽ ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 1924 ഗുരു ആലുവ അദ്വൈതാശ്രമത്തിൽ സർവമത സമ്മേളനം വിളിച്ചു ചേർക്കുകയുണ്ടായി. ആ സർവമത സമ്മേളനത്തിൻ്റെ വിളംബര സന്ദേശം വാദിക്കാനും ജയിക്കുവാനുമല്ല, അറിയുവാനും അറിയിക്കുവാനും ആണ് എന്നുള്ളതായിരുന്നു. ഒരു നൂറ്റാണ്ട് പിന്നിടുമ്പോൾ ആ സർവമത സമ്മേളനത്തിന് വളരെയേറെ പ്രസക്തിയും പ്രാധാന്യവും ഉള്ളതുകൊണ്ട് അതിൻ്റെ ശതാബ്ദി ആഘോഷം അർഹിക്കുന്ന രീതിയിൽ തന്നെ ആഘോഷിക്കണമെന്ന് ശിവഗിരിമഠം തീരുമാനിക്കുകയും കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെ എമ്പാടും സർവമത സമ്മേളനത്തിൻ്റെ സന്ദേശം എത്തിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് വത്തിക്കാനിലും ഒരു സർവമത സമ്മേളനത്തിൻ്റെ ശതാബ്ദി ആഘോഷം സംഘടിപ്പിക്കുവാൻ മഠം തീരുമാനിച്ചിട്ടുള്ളത്. സ്വാമി, ഇപ്പോൾ സ്വാമിയുടെ ദർശനങ്ങളിൽ നിന്ന്, ഗുരുദേവൻ്റെ ദർശനങ്ങളിൽ നിന്ന് ഒരുപാട് അകലങ്ങളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് പലപ്പോഴും. അതിനകത്ത് ഒരു ഇപ്പം നിലവിൽ നമ്മളുടെ എല്ലാം ചിന്താഗതി കേവലം ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിലൂടെ കടന്നു പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അതിനെല്ലാം നമ്മൾ ഈ പറയുന്ന വർഗീയതയുടെ അളവ് കൂടുന്നു, സാമുദായികമായ തർക്കങ്ങൾ കൂടുന്നു. ഈ ഒരു സ്ഥിതി എങ്ങനെയാണ് സ്വാമി നോക്കി കാണുന്നത്? കാലവും ലോകവും മാറിക്കൊണ്ടിരിക്കുകയാണ്. കാലത്തിൻ്റെ മാറ്റത്തിനും ലോകത്തിൻ്റെ വളർച്ചയും ഉൾക്കൊള്ളുവാൻ നാം തയ്യാറാകണം. അപ്പോൾ കാലത്തിൻ്റെ മാറ്റവും ലോകത്തിൻ്റെ വളർച്ചയുമെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ജീവിത ക്രമമാണ് ശ്രീനാരായണ ഗുരുദേവൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ശിവഗിരി തീർത്ഥാടനം എന്ന ആശയത്തിന് അനുമതി നൽകിയ സന്ദർഭത്തിൽ നൂറ്റാണ്ടിന് മുമ്പ് തന്നെ ശാസ്ത്ര സാങ്കേതിക പരിശീലനത്തെക്കുറിച്ച് ശിവഗിരി തീർത്ഥാടന വേദിയിൽ ചർച്ച ചെയ്യപ്പെടണമെന്ന് ദീർഘവീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു. അപ്പോൾ ഈ കാലഘട്ടം വലിയ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഭൗതിക രംഗത്ത് മാത്രമല്ല, ആധ്യാത്മിക രംഗത്തും വലിയ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അത്തരത്തിലുള്ള വെല്ലുവിളികളെ തരണം ചെയ്യുവാൻ ശ്രീനാരായണ ഗുരുവിൻ്റെ മഹത്തായ മാനവിക ദർശനത്തിന് കഴിയുന്നുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് ഈ വർത്തമാന സമൂഹത്തിനുണ്ടാകേണ്ടതുണ്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെ മഹത്തായ ദർശനത്തെ പൂർണ്ണമായും ഉൾക്കൊള്ളുവാൻ അല്ലെങ്കിൽ അത് മനസ്സിലാക്കുവാൻ സമൂഹത്തിന് കഴിയുന്നില്ല. അതിന് പല കാരണങ്ങൾ കൊണ്ട് ആ ഗുരുവിൻ്റെ ദർശനത്തെ ഉൾക്കൊള്ളുവാനും പഠിക്കുവാനും അത് മനസ്സിലാക്കുവാനും അത് ഹൃദയം കൊണ്ട് ഏറ്റുവാങ്ങുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും നമുക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഗുരു ഏതൊക്കെയാണ് അരുത് എന്ന് പറഞ്ഞത്. ആ അരുത് എന്ന് പറഞ്ഞത് കൂടുതൽ ശക്തി ആർജിച്ചുകൊണ്ട് സമൂഹത്തിൽ ഒരു നീരാളിപ്പിടുത്തത്തിൽ, അതായത് സമൂഹത്തെ നേർവഴിക്ക് നയിക്കാതെ ദിശ മാറി സഞ്ചരിക്കുവാനും ദിശാബോധമില്ലാത്ത ഒരു സമൂഹത്തെ വാർത്തെടുക്കുവാനുള്ള ഒരു പ്രവണതയായി ഈ സാഹചര്യങ്ങളെ നാം കാണേണ്ടതുണ്ട്. അതുകൊണ്ട് ദിശാബോധമുള്ള, അർപ്പണബോധമുള്ള, ലക്ഷ്യബോധമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുവാനുള്ള ശ്രമമാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത്. അത് യാഥാർത്ഥ്യമാക്കുകയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക്, പ്രതിസന്ധികൾക്ക് പരിഹാരമായി നമ്മുടെ മുമ്പിൽ ഉള്ളത്. ഈ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് മുന്നോട്ട് പോകുന്നുണ്ട്. അത് നമ്മുടെ ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങളെ ഈ ഒരു പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണല്ലോ. അപ്പോൾ ഇത് എത്രത്തോളം വിജയകരമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്? ഞാൻ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറിയായി ചുമതലയെടുത്ത ആ സന്ദർഭത്തിൽ മാധ്യമ പ്രവർത്തകർ ചോദിച്ച ഇതേ ചോദ്യമാണ്, എന്താണ് എൻ്റെ മുമ്പിലുള്ള ഉദ്ദേശമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ആദ്യമായി ഉള്ളത് ശിവഗിരി മഠത്തിലെയും ശിവഗിരിയുടെ അകത്തെയും പുറത്തെയും ഭിന്നതകൾ മാറ്റി പരസ്പര സാഹോദര്യം വളർത്തുന്ന ഒരു പശ്ചാത്തലം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. നമ്മുടെ സമൂഹത്തിൽ എന്നും എക്കാലത്തും അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകാറുണ്ട്. എന്നാൽ അഭിപ്രായങ്ങളെല്ലാം സ്വീകരിച്ചുകൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്ന കാരണങ്ങളെ കണ്ടെത്തിക്കൊണ്ട്
ആ അഭിപ്രായ വ്യത്യാസങ്ങളെ എല്ലാം മാറ്റി സമന്വയത്തിൻ്റെ പാതയിലേക്ക് പോകുവാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ സമൂഹത്തിലായാലും അകത്തായാലും പുറത്തായാലും അത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെയും അനൈക്യങ്ങളെയും മാറ്റിക്കൊണ്ട് ഐക്യത്തിൻ്റെ പാതയിലേക്ക് പോകുവാൻ വളരെയേറെ മുന്നോട്ട് പോകുവാൻ കഴിഞ്ഞിട്ടുണ്ട്. പൂർണ്ണമായും വിജയിച്ചില്ലെങ്കിലും നല്ലൊരു ശതമാനം വിജയ പ്രതീക്ഷയോടെ മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ പരിണത ഫലങ്ങൾ കാണുകയും അനുഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വാമി, ഈ സമുദായവും രാഷ്ട്രീയവും ഇതെങ്ങനെയാണ് സ്വാമി നോക്കി കാണുന്നത്? ഇപ്പം സമുദായത്തിനുള്ളിലേക്ക് രാഷ്ട്രീയം അല്ലാതെ കടന്നുകൂടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഈ രാഷ്ട്രീയത്തിൽ പലപ്പോഴും തങ്ങളുടേതായ ഒരു ഇടപെടൽ അവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെയാണ് സ്വാമി കാണുന്നത്? ഇതിനെ രണ്ടും രണ്ടായി നിർത്തേണ്ട ഒന്നല്ലേ? ഇന്ന് ഒരു തെറ്റായ ദിശയിലേക്കാണ് സമുദായവും രാഷ്ട്രീയവും ചരിക്കുന്നത് എന്ന് സാമാന്യ ബോധമുള്ളവരെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരിക്കലും സമുദായവും രാഷ്ട്രീയവും ഒന്നിച്ചുള്ള പോക്ക് അത് സമുദായത്തിനും രാഷ്ട്രീയത്തിനും നന്നല്ല എന്ന ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. രാഷ്ട്രീയം കൊണ്ട് രാഷ്ട്രത്തിൻ്റെ മേന്മ, രാഷ്ട്രത്തിൻ്റെ വളർച്ചയൊക്കെ ഉണ്ടാകാം. സമുദായത്തിനെ രാഷ്ട്രീയത്തിൽ കെട്ടി ഒരു വോട്ട് ബാങ്കാക്കി മാറ്റി ഭൗതിക നേട്ടങ്ങളും അധികാരങ്ങളും കൈയടക്കുവാനുള്ള ശ്രമങ്ങൾ പല മേഖലകളിലും നടന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ച് സംഘടിത മതങ്ങളും സംഘടിത സമുദായങ്ങളും രാഷ്ട്രീയ കൂട്ടുകെട്ടോടുകൂടി ഇരു കൂട്ടരുടെയും സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതും ശ്രമിക്കുന്നതും നമ്മുടെ മുമ്പിൽ കാണുവാൻ കഴിയും. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും ശ്രമങ്ങളും സമുദായത്തിനും നമ്മുടെ സമൂഹത്തിനും നമ്മുടെ സംസ്ഥാനത്തിനും നമ്മുടെ രാഷ്ട്രത്തിനും ഒന്നും നന്നല്ല. അത്തരത്തിലുള്ള പ്രവണതകളെ പ്രോത്സാഹിപ്പിക്കാതെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് രണ്ട് വഴിക്ക് പ്രവർത്തിച്ചുകൊണ്ട് ആ ലക്ഷ്യങ്ങളെ സ്വായത്തമാക്കുവാനുള്ള കാര്യമാണ് നാം ചെയ്യേണ്ടത് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇപ്പോൾ തന്നെ നമുക്കറിയാം, കഴിഞ്ഞ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പാടെ തന്നെ ഒരു പാർട്ടിയുടെ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായ പല പരാമർശങ്ങളുമുണ്ട്. നമുക്കറിയാം കാര്യം. ഈ ഒരാൾ വന്നിട്ട് സമുദായം മറ്റ് മതങ്ങളെല്ലാം മോശമാണ് എന്ന് പറയുന്നു, മറ്റു മതങ്ങളെ കുറ്റം പറയുന്നു. അപ്പോൾ അതിനെ ശ്രീനാരായണ ഗുരുദേവൻ്റെ ആശയങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് MP ഗോവിന്ദൻ ഇത്തരത്തിലുള്ള പരാമർശം നടത്തിയിട്ടുള്ളത്. അപ്പം മറ്റു മതങ്ങളൊന്നും എല്ലാം മോശമാണ്, അല്ലെങ്കിൽ മറ്റു മതങ്ങൾക്ക് വേണ്ടി ചില രാഷ്ട്രീയ കക്ഷികൾ നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു വാദത്തോട് നമുക്ക് യോജിക്കാൻ കഴിയുമോ? അത് നമുക്കൊരിക്കലും യോജിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് ശ്രീനാരായണ ഗുരുവിൻ്റെ മഹത്തായ ദർശനം ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തിനും ശിഷ്യപരമ്പരയ്ക്കും വിശ്വാസ സമൂഹത്തിനും ഒന്നും ഒരിക്കലും ഉൾക്കൊള്ളുവാൻ കഴിയില്ല. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്ന മഹത്തായ വാക്യമാണ്, ഉപദേശമാണ് ശ്രീനാരായണ ഗുരുദേവൻ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ഒരു മതത്തിൻ്റെയോ ഒരു സമുദായത്തിൻ്റെയോ പിൻബലം കൊണ്ട് ഏതെങ്കിലും രാഷ്ട്രീയ എടുക്കാൻ ശ്രമിക്കുന്നത് അപമാനകരമാണ്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സാംസ്കാരിക കേരളത്തിന് അപമാനമാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആരുടെയെങ്കിലും ഭാഗത്തുണ്ടായാൽ അത് തിരുത്തപ്പെടേണ്ടതാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ ജാതിയുടെയോ മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ പേരിലുള്ള അപകീർത്തികരമായ പ്രവർത്തനങ്ങളും പ്രവർത്തനങ്ങളും ചെയ്യുന്നത് ഗുരുവിനോടുള്ള ഒരു നിന്ദയായി നാം കാണേണ്ടതുണ്ട്. ഗുരു പ്രവർത്തിച്ചത് പ്രാവർത്തികമാക്കുവാൻ നാം ശ്രമിക്കേണ്ടതാണ്. ഗുരുവിൻ്റെ ആശയങ്ങളെ നമുക്ക് ഒരു വലിയ പരിപ്രേക്ഷ്യത്തിൽ നോക്കി കാണുമ്പോൾ എങ്ങനെയായിരിക്കാം? വളരെ എനിക്ക് തോന്നുന്നു ശ്രീ ശങ്കരാചാര്യർ മുതലുള്ള വലിയ മത നേതാക്കൾ അല്ലെങ്കിൽ പ്രസ്ഥാനക്കാർ പറഞ്ഞിട്ടുള്ള പല വലിയ ആശയങ്ങളെയും വളരെ ലളിതമായി ഒരു സാധാരണക്കാരന് മനസ്സിലാവുന്ന തരത്തിൽ പറഞ്ഞു കൊടുക്കുന്ന രീതിയായിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെത്, ഗുരുവിൻ്റേത്. അപ്പോൾ അത്തരം ആശയങ്ങളെ ഇനി വരാൻ പോകുന്ന ഒരു തലമുറ ഏത് രീതിയിലായിരിക്കണം ഉൾക്കൊള്ളേണ്ടത്? നമ്മുടെ ഭാരതത്തിൻ്റെ ആധ്യാത്മിക പാരമ്പര്യം നാം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്നാണ് എല്ലാ ആചാര്യന്മാരും ഒരേ സ്വരത്തിൽ പറയുന്നത്. ഇവിടെ സത്യമായിട്ട് ബ്രഹ്മം മാത്രമേ ഉള്ളൂവെന്നും ഈ കാണുന്ന പ്രാപഞ്ചിക വിഷയങ്ങളെല്ലാം മിഥ്യയാണ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചപ്പോൾ ഗുരു ഈ പ്രാപഞ്ചിക വിഷയം ഒളിച്ചോടുവാനല്ല ശ്രമിച്ചിട്ടുള്ളത്. സകലതുമുള്ളത് തന്നെ തത്വചിന്താ ഗ്രഹണത് സർവവും ഏകമായി ഗ്രഹിക്കും എന്നാണ് ഗുരു ആത്മോപദേശ ശതകത്തിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്.
അപ്പോൾ ആധ്യാത്മിക പാരമ്പര്യത്തിനും ആത്മീയപരമായ ഉത്ബോധനത്തിനും പുതിയ ഒരു വഴി വെട്ടിത്തെളിക്കുകയാണ് ശ്രീനാരായണ ഗുരുദേവൻ ചെയ്തത്. അപ്പോൾ ഗുരുവിന് കണ്ടെത്തുവാൻ കഴിഞ്ഞ ആത്മീയ ഔന്നത്യത്തിൽ നിന്നുകൊണ്ട്, ആത്മീയ അനുഭൂതിയിൽ നിന്നുകൊണ്ട് ഗുരുവിൻ്റെ ഉപദേശങ്ങളും ഉത്ബോധനങ്ങളും പരിശോധിച്ചാൽ പ്രധാനമായും 2 കാര്യങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടാണ് ഗുരു ഉപദേശം നൽകിയിട്ടുള്ളത്. ഒന്നാമത്തേത് മനുഷ്യൻ നന്നാകണം, രണ്ടാമത്തേത് മനുഷ്യൻ സ്വതന്ത്രരാകണം എന്നാണ്. അപ്പോൾ മനുഷ്യൻ നന്നാകുക എന്ന് വെച്ചാൽ ശാരീരികപരമായി പുഷ്ടി പ്രാപിക്കുക എന്നുള്ളതല്ല. ആന്തരികപരമായി, ചിന്താപരമായി, ദൈഷ്ണികപരമായി മനുഷ്യന് നന്നാകുവാൻ കഴിയണം. ജീവിത മൂല്യങ്ങളെയും മാനുഷിക മൂല്യങ്ങളെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു മനുഷ്യനായി ജീവിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് മനുഷ്യൻ നന്നാകുക എന്നുള്ള ലക്ഷ്യത്തോടെ ശ്രീനാരായണ ഗുരുദേവൻ ഈ സമൂഹത്തെ ഓർമ്മപ്പെടുത്തിയത്. അതുപോലെ തന്നെ സ്വതന്ത്രരാകണം. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മോക്ഷമല്ല. നമ്മുടെ ജീവിതത്തിൽ തന്നെ എല്ലാ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് സന്തോഷകരമായ ഒരു ജീവിതക്രമം പടുത്തുയർത്തുവാൻ നമുക്ക് കഴിയണം. അതിന് ജ്ഞാനം അല്ലെങ്കിൽ അറിവ് അനിവാര്യമാണ്. അപ്പോൾ അജ്ഞാനമാണ് അല്ലെങ്കിൽ ജ്ഞാനമില്ലായ്മയാണ് പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും സൃഷ്ടിക്കപ്പെടുന്നത്. അതുകൊണ്ട് ജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ നേടലിലൂടെ സ്വതന്ത്രത കൈവരിക്കുവാൻ കഴിയും. അപ്പോൾ പൗരാണിക ആധ്യാത്മിക പാരമ്പര്യത്തിൽ നിന്നും വഴിമാറി ചിന്തിച്ചുകൊണ്ട് മനുഷ്യനെ മനുഷ്യനാക്കുവാനും മനുഷ്യനെ നന്നാക്കുവാനും മനുഷ്യനെ ഒന്നാക്കുവാനുമുള്ള ഒരു വലിയ ദർശനമാണ് ശ്രീനാരായണ ഗുരു ഈ ലോകത്തിന് സമർപ്പിച്ചിട്ടുള്ളത്. ആ നന്നാകലിൻ്റെയും ഒന്നാകലിൻ്റെയും പാതയാണ് ഈ വർത്തമാന സമൂഹത്തിന് ഏറ്റവും കൂടുതൽ അനിവാര്യമായിട്ടുള്ളത് എന്ന് നാം തിരിച്ചറിഞ്ഞുകൊണ്ട് ഗുരുവിൻ്റെ ആ മഹത്തായ ദർശനത്തെ ഉൾക്കൊള്ളുവാൻ നാം തയ്യാറാകണം. ആ ഉൾക്കൊണ്ടുകൊണ്ട് അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും നാം ശ്രമിക്കണം എന്നുള്ളതാണ് ഈ സമൂഹം ഇന്ന് ആഗ്രഹിക്കുന്നത്. സ്വാമി, ചതയ ദിനത്തിൽ നമ്മുടെ പ്രേക്ഷകർക്ക് നൽകാനുള്ള ഒരു സന്ദേശം എന്താണ്? ചതയം ഓരോ വർഷവും ഇങ്ങനെ ചതയം ആഘോഷങ്ങൾ നാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ വർഷവും ചതയാഘോഷം നടക്കുമ്പോൾ സമകാലീന വിഷയങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുവാനും സമകാലീന വിഷയങ്ങളുണ്ടായിട്ടുള്ള കാര്യങ്ങളെ തിരിച്ചറിയുവാൻ ശ്രീനാരായണ ഗുരുദേവ ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് പരിഹാരം കാണുവാനും നമുക്ക് കഴിയണം. ഇന്ന് ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു ദുരന്ത മുഖത്താണ് നാം നിൽക്കുന്നത്. ഒട്ടേറെ ആളുകളുടെ ജീവൻ അപഹരിക്കപ്പെട്ടു, വീടുകൾ നഷ്ടമായി. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആർദ്രരെയും ആലംബഹീനരെയും സഹായിക്കുന്ന ഒരു പ്രവണതയാണ് ശ്രീനാരായണ ഗുരുദേവൻ അനുവർത്തിച്ചിട്ടുള്ളത്. അങ്ങനെ ആർദ്രരും ആലംബഹീനരുമായ ജനവിഭാഗങ്ങൾക്ക് ഒരു അത്താണിയാകുവാൻ, അവർക്കുള്ള സഹായം കൊടുക്കുവാൻ, അത് എല്ലാവിധ സങ്കുചിത വിഭാഗീയ ചിന്തകൾക്കും അതീതമായി മനുഷ്യ നന്മയെ ലക്ഷീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുവാൻ ഈ തിരുജയന്തി സന്ദേശം, തിരുജയന്തി ചിന്തകൾ, തിരുജയന്തി ആഘോഷങ്ങൾ നമുക്ക് ഉപകരിക്കപ്പെടണം. അങ്ങനെ എല്ലാവരെയും സഹോദരതുല്യം കണ്ടുകൊണ്ട് അവരുടെ ദുഃഖത്തിലും ദുരിതത്തിലും പങ്കുചേർന്നുകൊണ്ട് നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന എല്ലാ സഹായ ഹസ്തങ്ങളും അവരിൽ ഏൽപ്പിച്ചുകൊണ്ട് നമ്മോടൊപ്പം ചേർത്ത് പിടിക്കുവാൻ നമുക്ക് കഴിയണം. അതായിരിക്കും നമുക്ക് ഗുരുവിന് നൽകുവാൻ കഴിയുന്ന ഏറ്റവും വലിയ ഗുരുപൂജ എന്ന് നാം തിരിച്ചറിയണം. വളരെ നന്ദി സാർ. ഓക്കെ.